ഒരു മൂവിയുടെ തീമിലോട്ട് വരുവാണെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ ജുഡീഷ്യറി ബേസ് ചെയ്യണത് നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയിൽ എന്തൊക്കെ റെഫറൻസ് ആണ് മൂവിക്ക് വരുന്നത്? റെഫറൻസ് ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഉള്ള ഒരു സംഭവം. ഇപ്പോൾ സപ്പോസ് പേരൊരു വളരെ, കാരണം അയാളെ സംബന്ധിച്ചിട്ട് അയാൾക്ക് ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് അയാളിപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. പക്ഷെ ഒരു സാധാരണക്കാരന് ഇങ്ങനെ ഒരു ട്രാപ്പിട്ടിടുമ്പോൾ അയാൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന വേദന, കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാരണം ഇത്ര കൊല്ലം അകത്ത് കിടന്നിട്ട് വിചാരണ എന്ന് പറഞ്ഞ് വെളിയിലേക്ക് വന്ന് അവനെ സമൂഹം ഏത് രീതിയിൽ കാണും, അതൊന്ന്. പിന്നെ അതിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുന്ന ഒരമ്മ, അത് എങ്ങനെ ത്യാഗം ചെയ്യണം? അവർക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല, പക്ഷെ അവരുടെ ഈ പറഞ്ഞ പോലെ കുറച്ച് സൗന്ദര്യമുള്ളത് കൊണ്ട് ഈ നീരാളികളെ പോലെ കറുത്ത കോട്ടിട്ട കുറേ വർഗം നല്ലവരുണ്ട് ഇതിനകത്തില്ല എന്ന് പറയുന്നില്ല, ബാക്കിയുള്ള ഈ വർഗം അവരെ ചുറ്റിപ്പറ്റി ചൂഷണം ചെയ്യുന്നു. അതെല്ലാം സമൂഹത്തിൽ നടക്കുന്നതാണ്. ഈ വിചാരണ, ഈ സംഭവം നമുക്ക് പിന്നെ ഇതുപോലത്തുള്ള രീതികളെ കുറിച്ചിട്ട് ജനങ്ങളെ ഒന്നും അറിയിക്കുക, ഒരു മെസ്സേജ്. അത് നമ്മളെ കൊണ്ട് തിരുത്താൻ പറ്റില്ല, നമുക്ക് തോന്നിയ സാധനം നമ്മൾ ജനങ്ങളിലേക്ക് അറിയിക്കുക, അതാണ് അതിനകത്തുള്ള സംഭവം. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് റെഡി ആയിട്ടിരിക്കുന്നത്, എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇപ്പോൾ അഡ്വാൻസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് കാരണം വെച്ചാൽ ബാക്കി പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കാണേണ്ട പടമാണ്. പിന്നെ ചിലപ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റൈല് വേറെയാണ്. മലയാളത്തിൽ ഇപ്പോൾ ഇനി ഭരതൻ, പത്മരാജൻ, അരവിന്ദൻ അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ആകെ ഒരു അടൂർ ബാലകൃഷ്ണനാണ് ഇങ്ങനെ നിൽക്കുന്നത്, പിന്നെ 1-2 പേരുള്ളൂ എന്നൊരു തലത്തിലേക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അയാളുടെ വേഷന് രീതി അത് വേറെയാണ്. അത് ഒന്ന് ക്യാച്ച് ചെയ്യാൻ ഒരു സ്വല്പം സമയം അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 100 പേര് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 25 പേർക്കായിരിക്കും അത് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആ 25 പേര് മതി. ആ 25 പേരുടെ മെസ്സേജ് 2 ആൾക്കാർ പോലും ഇല്ല ക്യാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇത് പഴയ അദ്ദേഹത്തിന് പഴയ സിനിമകളെ വെച്ചിട്ട് അതിലും കുറച്ച് ബെസ്റ്റ് ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒന്ന് മെസ്സേജ് ഇത്തിരി സുന്ദരമായ രീതിയിൽ കൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. മോശമൊന്നല്ല പറഞ്ഞത്, ഇത്തിരി ഹാർഡാന്ന് പറഞ്ഞു. ഞാനിപ്പോ എന്റെ സിനിമ റിലീസ് ചെയ്യണ എന്റെ 42ാമത്തെ സിനിമയാണ്. ഞാനിപ്പോ വർഷങ്ങളായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യണം. 42 കുറെ സിനിമകൾ ഹിറ്റാകാതെ ഇരുന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്നത്തെ സിനിമ നമ്മൾ 22ാം തീയതി റിലീസ് ആവുന്നതാണ്. നല്ല എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാവരും നല്ല പടമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇനിയും ഈ പടങ്ങൾ എല്ലാവരും കാണണം. ഇതേപോലെ നാളെയും നമ്മൾ അടുത്ത പടങ്ങൾ ചെയ്യും. ഇവിടെ ഏറ്റവും വലിയ സുഖം ഇത്രയും നല്ല രസമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ ഇത്രയും ആൾക്കാരുമായിട്ട് സംവേദനം, അത് അതിനൊരു പഞ്ചുപടത്തില് ഞാൻ 6ാമത്തെ പടമായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എനിക്കറിയാവുന്ന. അതേപോലത്തെ ഞാൻ 2-3 സീനിൽ ചെയ്തിട്ടുണ്ട്. ലെനിൻ രാജേന്ദ്രൻ, ഡേവിഡ് കാച്ചൻ, ഇവരുടെയൊക്കെ വർക്ക് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ദുരന്തമുള്ള ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. സാനു KG ജോർജിനെ പരിചയപ്പെടുത്തിയിട്ട് എന്നെ നായകനായിട്ട് കാസ്റ്റ് ചെയ്തിരുന്നു. എന്നെ നായകനായിട്ട് കാസ്റ്റ് ചെയ്തതിന്റെ കാര്യം എന്താ അറിയാം? ഇപ്പൊ ലതയെ കാസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഒരു പ്രത്യേക ഫിഗറാണ്. അതേകൂട്ട് എനിക്ക് ഭയങ്കര കഞ്ചാവടിക്കാരൻ്റെയും കോളേജ് ബോധത്തില് നല്ല മദ്യപിച്ച് നടക്കുന്ന വൃത്തികെട്ടൊരു ചെറുപ്പക്കാരൻ്റെ രൂപമായിട്ട് എന്നെ കാസ്റ്റ് ചെയ്ത് ഞാനും അങ്ങ് സമ്മതിച്ചു. KG ജോർജിന്റെ അമൃതയില അത് തന്നെ, ഇദ്ദേഹം മുകേഷ് എയർ മുകേഷ് റൈറ്റർ, അങ്ങനെ എന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. സജസ്റ്റ് ചെയ്യും. ഞാൻ 6 ദിവസമായി, 5 ദിവസമായി, 5 ദിവസം 4 ദിവസമായി കഴിഞ്ഞപ്പോൾ കിടക്കപ്പുറതിയില്ല. 3 ദിവസമായി കഴിഞ്ഞപ്പോൾ ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ 2ാമത്തെ ദിവസം വീട്ടിൽ പോയി. എൻ്റെ വീട് ഓച്ചിറല. ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞപ്പം എന്താണെന്നറിയാം, അവിടെ ഒരു സാംസ്കാരിക സമിതി കേരളോത്സവം കേരളോത്സവത്തിൽ എന്നെ പിടിച്ചിട്ട് സെക്രട്ടറി ആക്കി. അപ്പോൾ നോട്ടീസൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് സ്വാഗത സംഘത്തിൻ്റെ സംഘാടകൻ. അവിടുന്ന് ഞാൻ വീണ്ടും മുങ്ങി.
മുങ്ങിയുടെ സത്യത്തിൽ സനിബയുടെ ഇയാളുടെ വീട് വലിയ ഭയങ്കര രസമുള്ള വീട്. വവ്വാല് ഞാറയ്ക്ക ഞാൻ ഒരു ഏക്കറിൽ ഒരു തറവാടായിരുന്നു. ആയിരുന്നു ഈ പറഞ്ഞ പോലെ സിനിമ അതെ, അതെ. അപ്പൊ സിനിമ നല്ല വിജയത്തിലാവാൻ വേണ്ടി എല്ലാവിധ അത് ഇദ്ദേഹമല്ല പറയുന്നത്, താങ്കൾ പറയണം. അത് ഞാൻ പറഞ്ഞത് വൻ ആ, അതെ. വിജയം ആശംസിക്കുന്നത് ഞാൻ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ഓക്കെ.